കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ. ഒരു റിയൽ സ്റ്റോറിയാണേ. ദ സൺ ഡസ് ഷൈൻ എന്ന ബുക്ക് എഴുതിയ അന്തോണി റേ ഹിൻറ്റൺ എന്ന ആളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോ കണ്ടോ? ഞങ്ങളെല്ലാവരും കൂടെ തുരുത്തോണം ആഘോഷിക്കാൻ പോയതാണ്. ഒരു തുരുത്തിലാണ് ആഘോഷിക്കാൻ പോയത്. ഈ വീഡിയോ കാണുന്നതോടൊപ്പം ചെറിയ ഒരു ഇൻസ്പിറേഷൻ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അന്തോണി റേ ഹിൻറ്റൺ എന്ന് പറയുന്ന ആൾ 1980 കാലഘട്ടം അലബാമ എന്ന് പറയുന്ന സ്ഥലം US-ലെ. അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മയുമായി ഏകദേശം അദ്ദേഹത്തിന് 28 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ കുറച്ച് പോലീസുകാർ വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങ് പോയി. കാരണം ഇത്രയേ ഉള്ളൂ, അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. അദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്താൻ ഒരാൾക്കും കഴിയില്ല. അദ്ദേഹം ചെയ്യാത്ത തെറ്റിന്, അതായത് 2 പേരെ കൊന്നു എന്നുള്ള കേസിലാണ് അദ്ദേഹം ജയിലിൽ പോയിരിക്കുന്നത്. 30 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് വാദിക്കാനുള്ള സാഹചര്യമോ ഒന്നുമില്ല. അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം നിരാശപ്പെട്ടില്ല. കാരണം എന്താ? അദ്ദേഹത്തെ കൈപിടിച്ചുയർത്താനായിട്ട്, അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളിൽ പങ്കുചേരാനായിട്ട് എന്നും കൂടെ നിൽക്കാൻ ഒരു ഉണ്ടായിരുന്നു, ലെസ്റ്റർ. ആ ലെസ്റ്റർ എന്ന് പറയുന്ന ആൾ നിരന്തരം അദ്ദേഹത്തെ കാണാൻ പോവുകയും 10 മിനിറ്റ് അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുകയും മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത നല്ലൊരു കൂട്ടുകാരൻ. അദ്ദേഹം ഒരുപാട് ബുക്കുകൾ വായിക്കുമായിരുന്നു. ജയിലിൽ ഇരുന്ന സമയത്ത് ധാരാളം എഴുതുമായിരുന്നു. 30 വർഷത്തിന് ശേഷം അദ്ദേഹം പുറത്ത് വന്നപ്പോൾ വേൾഡിലെ തന്നെ അമേസിങ് സ്റ്റോറി ടെല്ലർ, പബ്ലിക് സ്പീക്കറായിട്ട് മാറി അന്തോണി റേ ഹിൻറ്റൺ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഒരു എഴുത്തുകാരനും സ്റ്റോറി ടെല്ലറും പബ്ലിക് സ്പീക്കറുമാണ് ഇപ്പോൾ. എത്രമാത്രം ആണ് നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.